പടത്തിലെ സംവിധായകനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒരു പടത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സംവിധായകൻ വന്നില്ല. സംവിധായകന്റെ പേര് സിദ്ദിഖ് മേഘോൺ എന്നാണ്. ഞങ്ങൾ SM എന്ന് പറഞ്ഞൊരു ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണാം. അപ്പൊ അത് SM എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മേഘോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തത്, ചർച്ച ചെയ്തത്. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിന്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പൊ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പടം റിലീസ് ആവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് തോന്നിയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മുമ്പ് അങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ള ഒരു വർക്കും ചെയ്തില്ല. എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്നു സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഇനിയിപ്പോ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഞങ്ങൾ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ ചിലപ്പോൾ ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറെയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത്. പക്ഷെ വർക്കിന്റെ വയസ്സ് എനിക്ക് അദ്ദേഹത്തെ കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്. ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മൾ പറ്റിക്കുന്ന രീതിയിൽ ബഡ്ജറ്റിലേക്ക് പോയി. അതുപോലെ ഇൻവെസ്റ്റർ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഈ പ്രൊജക്റ്റിൽ ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ പോയി. അത് ഞങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല, അങ്ങനെ അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള, ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകും എന്നുള്ള ധരിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഇവിടെ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റ് പറ്റുന്ന ഒരു പടം എടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. ബഡ്ജറ്റ് ഒരു 60 to 80 lakhs ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെക്കാട്ടി ഒരു ഡബിളിന് മുകളിൽ പോയി പടം. അപ്പോ അങ്ങനെ ഹലോ ഈ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്. നമുക്കിപ്പോ എല്ലാം കൂടി ഇപ്പം റിലീസ് എല്ലാം അടക്കാകുമ്പോഴേക്കും ഒരു അറൌണ്ട് 2 CR അടുത്തേക്കോളം ബഡ്ജറ്റ് വരും. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ സുഹൃത്ത് എന്നുള്ള ഇതിൽ തന്നെയാണ് തുടങ്ങിയതെല്ലാം. അദ്ദേഹത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിട്ട് നമ്മൾ കണ്ടതല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് എന്ന് കണ്ടിട്ടും നമ്മൾ ചെയ്തതൊന്നല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല കഥകളുണ്ട്, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, നല്ല പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിലിപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാലും നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നുണകളിൽ നിന്നും നുണകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്ന അങ്ങനെയുള്ള പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ, കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം ഈ പറയേണ്ടി വരുന്ന ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തിന്റെയും ഒരു ഫ്യൂച്ചർ ആയിരുന്നു സിനിമ. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ എപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതുപോലെ ആവണമെന്നില്ലല്ലോ. അത് തന്നെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സിനിമ
ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നപ്പെടുന്നതും അവർ വിശ്വസിക്കുന്നവർ തന്നെ അവർ ചതിക്കുന്നതാണ്. അപ്പൊ അത് നമ്മുടെ സിനിമയിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ നടന്ന ഇഷ്യൂസ് അറിയായിരിക്കുമല്ലോ. പല പ്രൊഡ്യൂസേഴ്സും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പറ്റിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് കൂടിപ്പോയി. അതിപ്പോ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി. ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും നമ്മൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല, കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രൊജക്ടുകളിൽ നമുക്ക് നഷ്ടം വന്നേക്കാം, അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കൂടിപ്പോയി, ആ റേറ്റ് കൂടിപ്പോയി, ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ച ഒരാൾ ചതിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല. വിശ്വസിച്ച ആൾ നമ്മളെല്ലാവരെയും നുണ പറഞ്ഞ് നുണയും പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ എന്നെക്കാളെയൊക്കെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരൺ. ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിൽ 3 പാട്ടുകളാണുള്ളത്. തമിഴിൽ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. എന്നെക്കാളെയൊക്കെ മുന്നേ പരിചയമുള്ള ആളാണ് നമ്മുടെ ഡയറക്ടറായിട്ട്. പക്ഷെ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെ പോലും അദ്ദേഹം നുണകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലും ഞങ്ങൾ SM എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട്, കാരണം ആ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പൊ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 ലാംഗ്വേജസിൽ ഇറങ്ങുമ്പോ പിന്നെ അതിനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എന്റെ ഒരു വർക്ക് എന്റെ പേര് വെക്കാതെ ഇറക്കി എന്ന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ 4 ഇരട്ടി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം അനു പറഞ്ഞ പോലെ അദ്ദേഹം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഷൂട്ടിന്റെ റഫ് എന്നുള്ളത് അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ സാർ, നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്, അതായത് അട്ട. രക്തം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക്. ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ? എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ രക്തം കുടിച്ചിട്ടില്ല. അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ്. പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മൾ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. നിങ്ങളടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ്, സിനിമ. അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ട് വന്നിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാര്, സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പൊ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എന്റെയും സ്വപ്നമാണ്. അപ്പൊ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജെനുവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്നെ വേദനിപ്പിക്കുന്നതും അതാണ്. എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു, സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെ പറ്റി വേറെ ആളോട് കുറ്റം പറയുക. അതുപോലെ ഞങ്ങളുടെ കൂടുതൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്ന് വേറെന്തൊക്കെയോ പറഞ്ഞ് അവരെ മകളെ ഒക്കെ സിനിമയിലൊക്കെ അടുത്ത ചാൻസ് കൊടുക്കാം, പുതിയ പ്രൊജക്ട് ഓപ്പൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു. അത് ഭീമമായ പൈസയോളം അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഒരു ഇതില്ല, ഇരുന്നിട്ട് അതെങ്ങനെ വീട്ടും. നമുക്കറിയാം അവരടുത്ത് സീറോ ആണ് പൈസ. പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പിടിതരാതെ, ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞുകൊണ്ടാവണം, പിടിതരാതെ മുമ്പിൽ നടക്കുകയാണ്. അപ്പൊ എല്ലാതും തന്നെ ഉണ്ട്. എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു, നിങ്ങളെ പറ്റിക്കുന്നു, നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്?
അതല്ലേ പറഞ്ഞത്, ഞങ്ങളൊരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത്. ഇപ്പൊ ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തായ പോലെ തന്നെ 4-5 വർഷമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. 5 വർഷത്തോളം സുഹൃത്തുക്കളാണ് ഞങ്ങള്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ തന്നെയാണ്. അപ്പൊ എന്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി, അത് അയാൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു, ഇന്ന രീതിയിലൊക്കെ ചെയ്യാം, ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഞാൻ വലിയ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ സംഭവിച്ചു, ആ സിനിമ സംഭവിച്ചു, ബഡ്ജറ്റ് കൂടി. പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട്, അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ടൊരു വ്യക്തിയാണ്. അതാണ് അവിടെ വിഷയം. നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം 5 ലക്ഷമായിട്ടും 10 ലക്ഷമായിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി. പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂപ്പര് നിൽക്കാത്തത് മാത്രമാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെ ആൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു. അപ്പോ അച്ഛനില്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ സംവിധായകനില്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി സിനിമ പുറത്തുവരാൻ പോകുന്നത്? സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന് പറയണ്ട, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയാണ്, അത് ഒരു സംശയമില്ല. അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ടൂളായിട്ട് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചതുകൊണ്ടാണ്. ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മൾ സിനിമ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോജക്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂല അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ, ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്ഡ് ആയ ഒരാളെന്ന് നമ്മൾ ഉറപ്പായിട്ട് അന്വേഷിക്കും. അദ്ദേഹം ഇതിനു പോലെ പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറെ മുന്നേ ഒരു കുട്ടികളുടെ സിനിമ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന്. ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും. ഇപ്പം ഓരോ ഞാൻ ഈ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണയുള്ളത് തന്നെയാണ്. അത് അനാമോർക്കി തന്നെ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ വെച്ച് ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ നോളജ് ഇല്ലാണ്ടില്ല, നമ്മളെ ഡിസ്കഷനിലൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തതിന്റെ ഒരു പ്രൊജക്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ചെയ്തിട്ടുണ്ട്, വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സിനി ആർട്ടിസ്റ്റ് കൂടിയാണ്. സിനിമ ഏത് ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അവരുടെ സ്വപ്നങ്ങളൊന്നായിരിക്കും സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിനിമയാണ്, ഓൾ ദി ബെസ്റ്റ് എന്തായാലും. ഒരുപാട് സിനിമകൾ വരട്ടെ എന്തായാലും. അപ്പം നോർമലി നമുക്ക് കേട്ടൊരു കാര്യമുണ്ട്, സീരിയൽ ആർട്ടിസ്റ്റ് ആണ് തന്നെ സിനിമയിലോട്ട് കയറുന്ന ചാൻസസ് കുറവാണെന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഏതെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടോ? ഓഡീഷൻസിൽ പോയിട്ട് കിട്ടാതെ പോയ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എത്രയാണ്, ഒരുപാടുണ്ട്. സെലക്ട് ആയിട്ട് അവിടെ നിന്ന് മാറി ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ എന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടി അവിടെ ഒന്ന് ചെയ്യുന്ന കണ്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരുപാട് ഇപ്പൊ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സീരിയൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്? സീരിയൽ ഞാൻ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് കണ്ട എന്റെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ അതിൽ കണ്ടിട്ടായിരിക്കും പിന്നെ സംസാരിക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒരു 1 month പോലും ആയിട്ടില്ല. അത് ഞാൻ സിനിമയും സീരിയലും ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് മുന്നേ ഞാൻ സീരിയൽ ചെയ്യാതിരുന്നത് വരാത്തോണ്ടല്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷെ സിനിമയെ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് സിനിമയിലാണ് അഭിനയിക്കാൻ ആഗ്രഹം, ഇഷ്ടവും അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോ ഒത്തിരി വർഷമായി ഞാൻ ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അറിയാലോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ കടന്നിട്ട് വേണം ഈ ഒരു ഇവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പം ഒരു സീരിയലിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. എനിക്ക് ആ ഡയറക്ടർ നേരത്തെ അറിയാം, ഞങ്ങൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അങ്ങനെ അതിലൊരു ക്യാരക്ടർ ഉണ്ട്, സണ്ണി ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷുവർ സാർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ സീരിയൽ കഴിഞ്ഞിട്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. സിനിമ തന്നെയാണ് എപ്പോഴും എന്റെ ആദ്യം. എന്തുകൊണ്ടാണ് ഇത്ര റിജക്ഷൻസ് ഫേസ് ചെയ്യുന്നത്? കാരണം വെച്ചാൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇപ്പം കാശ് കൊടുത്ത് കയറുന്നവരുണ്ട്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്താണ് ടാലന്റിനേക്കാൾ കൂടുതൽ മണി എന്നൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. പലപ്പോഴും പല കേസസും ഉണ്ടായിട്ടുണ്ട്. അതും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ടാലന്റ്, ചില ആളുകൾ ടാലന്റ് നോക്കുന്നില്ല, പക്ഷെ ചില ആളുകൾ നോക്കുന്നുണ്ട്, ടാലന്റ് മാത്രം നോക്കുന്നുണ്ട്. എൻ്റെ ഒക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അതാണ് എപ്പോഴും ഞാൻ ലീച്ച് എന്ന് പറയുന്ന സിനിമ ഞാൻ എപ്പോഴും എവിടെയും ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ പുതുമുഖമായിട്ട് എനിക്ക് അവിടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും എവിടെയും ഞാൻ എന്റെ ലീച്ച് എന്ന് പറഞ്ഞ സിനിമ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ. ഞാൻ എവിടെയും പറയും അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലായിടത്തും പോകുമ്പോഴും എനിക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എനിക്ക് ഉണ്ടായിരുന്നു വരില്ല. രണ്ടാമത് ചിലപ്പോൾ ഹൈറ്റിന്റെ കാര്യം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ല.
എന്നുള്ളതാണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഒരു 2-3 സിനിമയിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞി ക്യാരക്ടർ ചെയ്യാൻ പോയിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ല, എന്നാൽ അതിനേക്കാൾ കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നത്. പക്ഷെ എന്നാലും അതിന് പോലും ഞാൻ പോയിട്ടുള്ളത് ഓഡീഷൻ ഒക്കെ കഴിഞ്ഞിട്ടാ. ചിലപ്പോൾ 1, 2, 3, 4 ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അവർ പറയുന്ന എല്ലാ സീൻസും ഞാൻ ചെയ്ത് എന്റെ സമയം കളഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കത് വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് അവര് ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സിനിമ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നണം. ഏത് സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അവിടെ പോയപ്പോ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ എനിക്ക് ക്യാരക്ടർ പറഞ്ഞു തന്നല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇല്ലല്ലോ, ഈ 3 ദിവസമായിട്ട് എനിക്ക് ഒന്നുമില്ല, ചുമ്മാ ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്ന ഇതാണ് വന്നത് എനിക്ക്. പറഞ്ഞു, എടാ അത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളൊക്കെ പുതിയ ആൾക്കാരല്ലേ, അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും നേരിടേണ്ടി വരും എന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നേരിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്തിട്ടും. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അടുത്തല്ല കുറച്ച് നാളൊരു 1 വർഷമായി. അതിന് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് 4 തവണ കിട്ടിയതാണ് ഓരോന്നും. അപ്പോൾ അത് ഞാൻ എന്റെ കഥ തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിൽ അനിൽ ചിത്രം എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് എനിക്ക് എന്റെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ അത് എന്റെ തന്നെ കഥ വെച്ച് ചെയ്തതാണ്, ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ. ഇപ്പൊ അത് കണ്ടാൽ മനസ്സിലാവുന്നത് അതിൽ എന്റെ ശരിക്കും അനുഭവമാണ് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചോദിച്ചു അവാർഡൊക്കെ കിട്ടിയിരുന്നത് മീൻസ് മുന്നത്തെ ഇതിൽ ചോദിച്ചായിരുന്നു. പക്ഷെ കറക്റ്റ് ആണ്, അത് എന്റെ അനുഭവമാണത്. അപ്പൊ എനിക്കത് അവിടെ കറക്റ്റായിട്ട് അവിടെ കൊടുക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളത്. ഇതിൽ അങ്ങനെയല്ല, എനിക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അവരുടെ പുതുമുഖങ്ങൾക്കാണ് ഇവർ അവസരം കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞില്ല അനുപേട്ടൻ പറഞ്ഞത്. കാരണം എല്ലായിടത്തും കണ്ട് ഇവർക്കറിയാം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടാൽ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര കിട്ടും, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, അവരുടെ കഴിവ് ഇങ്ങനെയാണ് തരാൻ പറ്റുള്ളൂ. പക്ഷെ ടാലന്റ് ഉള്ള, ഇപ്പൊ എനിക്ക് ടാലന്റ് ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവര് ഉള്ള ടാലന്റ് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാൻ ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഇതിനകത്ത് വലിയൊരു പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. സിനിമ എന്ന മുഖമായിട്ട്, അഭിനയം എന്ന മുഖമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും എത്താതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പലരും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. ക്യാരക്ടർ റോൾ വരാന്ന് പറഞ്ഞിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ട് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇത്രത്തോളം വളരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ തരം താഴ്ത്തലും അല്ല, ആർട്ടിസ്റ്റ് ഇന്ന ആർട്ടിസ്റ്റിന്റെ പുറകെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇന്ന പോലെ നിന്നാൽ മതി, ഇപ്പോഴും അത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ടില്ല, ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ അതുവരെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് മാറ്റി. അതായത് നമ്മൾക്ക് ഇപ്പം അനുപേട്ടൻ പറഞ്ഞ പോലെ ഒരബദ്ധം എല്ലാവർക്കും പറ്റില്ല. പക്ഷെ എനിക്ക് പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇതുപോലെ കാരണങ്ങൾ. ഞാനത് മാറ്റി. ഞാൻ എന്റെ പോകുന്ന വഴി ഞാൻ മാറ്റി. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ല. കറക്റ്റ് ആയിട്ട് ചോദിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഒന്നിലേക്ക് എടുത്ത് ചാടാറുള്ളൂ. ഈ പറഞ്ഞ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞത് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡയറക്ടറുടെ സെറ്റിലാണോ അതോ പുതുമുഖമായിട്ടുള്ള ഒരു ആളുടെ അടുത്ത് നിന്നാണോ? പുള്ളി സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ അത് പറയാൻ പറ്റാത്തോണ്ടാ പറയാതെ. എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരാൾ മാത്രമല്ല കേട്ടോ, 3-4 സെറ്റിൽ എനിക്ക് ഇങ്ങനത്തെ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, പല പെൺകുട്ടികൾക്കും ഈ പറയുന്ന ആൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും പെൺകുട്ടികൾക്ക് മാത്രമേ ഇതുപോലത്തെ പ്രശ്നമുള്ളൂ. അങ്ങനെയല്ല, ഓരോ സെറ്റിൽ പോകുമ്പോഴും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും കിട്ടുന്നത് ഒരേ അനുഭവങ്ങളാണ്. നമുക്ക് ഏകദേശം പ്രേക്ഷകർക്ക് ഒരു മുൻവിധി ഉണ്ടാവും, അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരിക്കും ഇങ്ങനെ ചെയ്യായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനൊരു സംഭവം ഇല്ലാതെ ഒരു ഫ്രഷ് ലുക്കായിട്ട് എല്ലാവരും ഒരു എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും അയാൾ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു മുൻവിധികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതുമുഖങ്ങളെ കൂടുതൽ വച്ചിരിക്കുന്നത്. ബിസിനസ് ആക്കണം, നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. ബിസിനസ് ആവാതിരിക്കുന്നത് വരെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആയിട്ടില്ലെങ്കിൽ ഈ സിനിമയിൽ ഇപ്പൊ ഈ ബ്ലഡിനെ ഒരു ബേസ് ചെയ്ത് അതിന്റെ ഒരു പോസ്റ്റർ അടക്കം വന്നേക്കാം. ഇപ്പം വരുന്ന മിക്കവാറും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് പുറത്തൊക്കെ അക്രമം കൂടുന്നത് കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിൽ പോലും അക്രമവാസന കൂടുന്നത് ഈ മാർക്കോ പോലുള്ള സിനിമകൾ വരുന്നത് കൊണ്ടാണ്. അതിനകത്ത് കുറച്ച് വയലൻസ് കൂടുതൽ കാണിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ സിനിമയിലും ഈ പറഞ്ഞ രീതിയിലുള്ള വയലൻസ് കൂടുതലായിട്ടുണ്ടോ, എങ്ങനെയാണ്? ഞങ്ങളൊരു റെഡ് പോസ്റ്ററിലൊക്കെ റെഡിഷ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അട്ടയുടെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു അപ്പോ അത്
അപ്പൊ അത് ഞങ്ങൾ ഒരു റെഡിഷ് ടോണ് കൊടുത്തിരിക്കുന്ന അട്ടയുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു റെഡ് ഒരു ചോര കുടിക്കുന്ന അട്ട എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അങ്ങനെ അധികം വലിയ രീതിയിൽ വയലൻസ് ഒന്നും ഇതിനകത്തില്ല. സ്റ്റണ്ട് ഉണ്ട്, നല്ല സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഒരുപാടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടുന്നതും അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു നിങ്ങൾ സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോകുന്നു, അവിടുന്ന് സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റും മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വയലൻസോ കൂടുതൽ ബ്ലഡ് ഷെഡ് കാണിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിനകത്തില്ല. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ ഡയറക്ടറുമായിട്ട് ഉണ്ടായപ്പോ സിനിമാ മേഖലയിൽ ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം തേടുകയോ ചെയ്തിരുന്നോ? ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മളങ്ങനെ സംഘടനയിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പൊ അദ്ദേഹം നമ്മളൊരു സുഹൃത്തും ഒരു എല്ലാം ഉള്ളി സൗഹൃദത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞത് ലീഗലായിട്ടും ബാക്കിയുള്ള രീതിയിലൊക്കെ നീങ്ങാന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ആ വഴിക്ക് നീങ്ങട്ടെ. എന്തായാലും പറയുന്നത് സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും അവർക്ക് തിരിച്ചു പറയാനുണ്ടെങ്കിൽ സമയം കൊടുക്കുന്നുണ്ട്, ഡയറക്ടർക്ക് സമയം കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള നടപടി സ്വീകരിക്കുള്ളൂ എന്നാണ് അനുവേട്ടൻ പറഞ്ഞു വരുന്നത്. ഇത്രയും കാലം അതാണ് എന്താ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് പോയില്ല എന്ന് ചോദിച്ചല്ലോ. അതാണ് പറഞ്ഞത്, സമയം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരാൾക്ക് മനസ്സുമാണെങ്കിൽ ഇപ്പൊ തെറ്റ് ചെയ്യാനും അത് തെറ്റാണെന്ന് അംഗീകരിക്കാനും ഒരു മനസ്സ് വേണം. ആ മനസ്സാണ് കൊടുത്തിട്ടുള്ളത്. സോറി ഞാൻ ലേറ്റ് ആയത്. വേറെ പടത്തിന്റെ മിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അല്ല, ഞാൻ നേരത്തെ ബ്രോ ചോദിച്ചൊരു ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്ടറിനെ സംബന്ധം ചോദിച്ചില്ലേ. നമ്മളെല്ലാവരും ഇതിനു മുമ്പ് പടത്തിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം, രണ്ടാമത് ഇപ്പൊ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങണേക്കാട്ടും മുമ്പ് അനൂപേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജാണ് ഞാൻ സിദ്ദിഖയ്ക്ക് അയക്കാൻ പോകുന്നത് എന്ന്. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ സിദ്ദിഖാന്ന് പറയുന്നത്, എന്നെക്കാട്ടും മൂത്ത ആള് വായിൽ വന്ന് അങ്ങനെ വരുള്ളൂ. ആ റെസ്പെക്ട് എല്ലാം അങ്ങനെയുണ്ട്. അയച്ചതാണ് മെസ്സേജ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതും മെസ്സേജ് കണ്ടിട്ടുണ്ട്, പുള്ളി റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചില്ല ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചില്ല. അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വരാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയത്. പാട്ട് 3 പാട്ടാണുള്ളത്. ഒരു പാട്ട് ഹരിചരൻ പാടി, ഒരു മെലഡി ട്രാക്കാ. റഫീഖ് ലിറിക്സ് എഴുതി. പിന്നെ ഒരെണ്ണം വിനായക് ശശികുമാർ എഴുതി. കീർത്തന എന്ന് പറഞ്ഞിട്ടൊരു സിംഗറാ പാടിയത്. പിന്നെ ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പാട്ട്, അത് അനൂപേട്ടൻ എഴുതിയത്. തീം സോങ് പോലത്തെ ഒരു പരിപാടി. അത് എല്ലാം 4 കോറസ് പോലത്തെ ഒരു പരിപാടി ചെയ്ത്. നമ്മുടെ ഓഡിയോ സി മ്യൂസിക്കാണ് എടുത്തത്. കുറച്ചായി ഇറങ്ങിയിട്ട്. നമുക്കിപ്പോ എന്തായാലും ഇറക്കണം, കാരണം കുറച്ച് ബിസിനസ് പരിപാടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ചില്ല എങ്ങനെ ബിസിനസ്, കാരണം ഇതിലിപ്പോ വലിയൊരു പരിപാടി വരും. അനുപേട്ടന് തിരിച്ചത് റിക്കവർ ചെയ്യും. അനുപേട്ടന് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വേറൊരു സിനിമയിലൂടെ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി തമിഴില് വെങ്കട്ട് എന്ന് പറഞ്ഞിട്ട് കമൽ സാറിനൊക്കെ മാനേജർ ആയിട്ടുള്ളവരോട് സംസാരിച്ച് വേറൊരു പുതിയ പ്രോജക്റ്റ് സംസാരത്തിലുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പടം ചെയ്തുകൊണ്ട് തന്നെ ഇനി അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പൂർണ്ണ സപ്പോർട്ട് കൂടി. ഇപ്പൊ നമുക്കൊക്കെ കുറെ പേർക്ക് ബാധ്യതകളുണ്ട്. ഇപ്പൊ ഞാനും എഡിറ്റർ ആൽവിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ. കാരണം നിന്നിടത്തുനിന്ന് പിന്നെയും അവന്റെ പേര് എടുത്തു പറയണം. കാരണം നിന്നിടത്തുനിന്ന് പിന്നെയും പൊക്കിക്കൊണ്ടുവന്ന് പരിപാടികൾ ചെയ്ത് വന്ന്, കാരണം അറിയാലോ ക്യൂബിലോട്ട് അയക്കണം, അവിടേക്ക് അയക്കണം, ഇവിടേക്ക്. അപ്പൊ അവൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഇപ്പോഴും ബീപ്പിട്ട് പാട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ആ വ്യക്തി, നടുക്കിയിരിക്കുന്ന ആ വ്യക്തിനെ ഓർത്തോണ്ട് മാത്രം അപ്പൊ പുള്ളിക്കാരെ രക്ഷപ്പെടണം. അപ്പൊ ഇപ്പൊ ഈ പടത്തിന് ഇപ്പൊ എത്രത്തോളം ബിസിനസ് വരും അത് നമുക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് OTT ആയിട്ട് എങ്ങനെയായിരിക്കും, പേപ്പർ വ്യൂ ആയിരിക്കും, എങ്ങനെയായിരിക്കും അറിയില്ല അതിന്റെ. പക്ഷെ ഇതെന്തായാലും തിരിച്ചു പിടിക്കും. ഞാൻ അതിനുള്ള പൂർണ്ണ സപ്പോർട്ട് ആ വ്യക്തിക്ക് ഉണ്ടാവും. കാരണം പ്രൊഡ്യൂസർ കാശ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ പുള്ളിക്കാരെ തിരിച്ചു പിടിക്കും. പുള്ളിക്കാരൻ അതേ മെന്റാലിറ്റിയിലുള്ള ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും. പുള്ളിക്കാരെ തിരിച്ചു പിടിക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസം എന്താണ്. അപ്പൊ നിങ്ങളും ചെറിയൊരു പരിപാടിയാണ്, എന്നുവെച്ചാൽ ഭയങ്കര വലിയ പരിപാടിയല്ലല്ലോ, കുട്ടി പരിപാടിയാണ്. ഞാൻ തമിഴില് പറഞ്ഞ പോലെ നിങ്ങളുടെ പേനാത്തുമ്പിലും ഫോണിലാണ് ഇതിന്റെ പരിപാടി ഇരിക്കണത്. നിങ്ങൾ ഭയങ്കര വലിയൊരു മച്ചാൻ ചോദിച്ച പോലെ മാർക്കോലോ മേക്കപ്പോ മേക്കിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ചെറിയൊരു പരിപാടി, ഭയങ്കര കുട്ടി പരിപാടി. പക്ഷെ എനമോഫിക് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, മാസ്റ്റർ പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, കൂക്ക് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, മൈക്രോ ലെൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മേക്കിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം സാൻഡിയൊക്കെ കാലൊടിഞ്ഞ അവസ്ഥയിലൊക്കെ ഫൈറ്റ് ചെയ്തതാ. കാരണം ഞാൻ സ്കോർ ചെയ്യുമ്പോൾ ഒടിഞ്ഞും നടുഒടിഞ്ഞ് കിടങ്കലും പരിപാടികളൊക്കെ ഉണ്ട്, വലിഞ്ഞു കയറലും പരിപാടികളെല്ലാം ഉണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു മാസ് പരിപാടിയൊന്നും അല്ല, പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പരിപാടിയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട്
കുറച്ച് നല്ല രീതിയിൽ പടച്ചു വിട്ടാൽ ചിലപ്പോ പടച്ചവൻ കാക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് അഭിനയം വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞങ്ങള് മിമിക്രി ആയിട്ടും തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ. തിയേറ്റർ ചെയ്യാറുണ്ട്, ഡ്രാമ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അഭിനയമായിട്ട് സജീവമായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ സിനിമയിൽ സിനിമ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഞാനും നിസാമും അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും കഥകൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആണ് നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് തന്നെ തുടങ്ങാം. നമ്മൾ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായാലും അങ്ങനെയല്ല, അങ്ങനെ തുടങ്ങാന്നുള്ള രീതിയിൽ എത്തുന്നു. വേറൊരു സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. ഞാൻ അഭിനയിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്, വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. ബാസ്റ്റേഴ്സ് എന്നായിരുന്നു ആ പടത്തിന് നമ്മൾ ആദ്യം കണ്ടിരുന്ന ഒരു പേരൊക്കെ. അങ്ങനെ അത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതിനിടയിൽ ഈ കഥ വേറൊരു കഥയിലേക്ക് വന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു എനിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിനകത്ത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും, നമ്മൾ ഇതിനകത്തുള്ള എല്ലാവരും, ഞാനും നിസാമും ഒഴികെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനെയും നമ്മൾ ഓഡീഷനിലൂടെയാണ്, ഒരു 600-700 പേര് ആൾക്കാരെ ഓഡീഷനിലൂടെ എടുത്തതാണ്. എല്ലാവർക്കും ചില സിനിമകളൊക്കെ പൈസ ഒക്കെ നമ്മൾ വാങ്ങിയിട്ടൊക്കെയാണ് അഭിനയിപ്പിക്കാറ്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് എല്ലാവർക്കും റെമ്യൂണറേഷൻ എല്ലാം കൊടുത്ത് വേണ്ടുന്ന അവർ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടില്ല. കാരണം ഇത് പുതിയ ആൾക്കാരാണ്, അവർ ചെയ്യേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടിയാണ്, ആക്ഷനാണ്, ചെറിയ പരിപാടിയല്ല. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ പ്രൊഡക്ഷനെല്ലാം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എന്നോടുള്ള കോൺഫിഡൻസിലാണ് ഞാനിത് അഭിനയിച്ചത്. അഭിനയിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആക്ടിംഗ് വർക്ക്ഷോപ്പും അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പ്രൊഡ്യൂസറായും തുടരണം ആഗ്രഹമുണ്ട്, നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കണം എന്നും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നായകനായിട്ട് അഭിനയിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ ചെറിയ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സ്പേസ് ആവശ്യപ്പെടുന്ന റോൾസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പറഞ്ഞപ്പോ അനുപേട്ടനെ പറഞ്ഞ എടാ ഞാൻ ഇല്ല സിദ്ദിഖ, വേറെ ആരെല്ലാം ചെയ്തോ എന്നാണ് അനുപേടൻ പറഞ്ഞുള്ളൂ. അനുപേടൻ ഒരിക്കലും അതിന് നിർബന്ധം കാണിച്ചിട്ടില്ല എനിക്ക് അഭിനയിക്കണം, ഞാൻ കാശിട്ടാ ഞാൻ തന്നെ അഭിനയിക്കണം എന്നൊന്നും അനുപേടൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് മൊമെന്റ് വരെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അത് ഓവർ ദ ഗോ അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ കണ്ണൻ ചേട്ടനായാലും എല്ലാവരും ഓൺ ദ ഗോ ഓവർ ദ ഗോ വന്ന ആൾക്കാരാണ്. പുള്ളിക്കാരനായ വേറൊരു കാസ്റ്റ് ആയിരുന്നു, പുള്ളിക്കാരൻ മാറി. അങ്ങനെ അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. ചോദിച്ചോണ്ട് പറഞ്ഞ നമുക്ക് പരിപാടി ഉണ്ടല്ലോ, അത് കാശിറക്കി കഴിഞ്ഞാൽ കാശിട്ട് അഭിനയിക്കുന്നു, അങ്ങനത്തെ ഒരു സോണിലല്ല വെച്ചാലുണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നു, ബുക്ക് ഓഫ് സിനിമ. നല്ല കിടിലൻ പേരാണ്. അപ്പൊ എന്തോ നല്ല ഉദ്ദേശത്തോടു കൂടി ഇട്ട പേര് പോലെയുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ ഒരു വിഷനിലൂടെ തന്നെ ഇട്ടാണ് ബുക്ക് ഓഫ് സിനിമ. അതിൽ ഒരുപാട് പേജസ് ഉണ്ടാവും ഒരു ബുക്കില്. അപ്പൊ ഓരോ പേജും ഓരോ സിനിമയായിട്ട് തന്നെ പേജ് 1 പേജ് 2 അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇട്ടൊരു പേരാണ്. അപ്പോ സിനിമയെ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക്, പുതിയ സംവിധായകർക്ക്, പുതിയ എഴുത്തുകാർക്ക് ബുക്ക് ഓഫ് സിനിമ വാതിൽ തുറന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് ആദ്യം തുറന്നിട്ടിട്ടുള്ളൂ, അവരെ നമ്മളെടുത്ത് വരുള്ളൂ ഇപ്പോ. അപ്പൊ നല്ല സബ്ജക്റ്റ്, നല്ല ആൾക്കാർ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് ഏതൊരു സ്റ്റാർ ആയാലും അവർ ഫസ്റ്റ് ക്രൗഡ് 2 ദിവസത്തെ പുള്ളിങ് അവരാണ്, സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിൽ. പിന്നെ ഉള്ളതെല്ലാം കഥയാണ്. പ്രൈമറി പോലത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് അതിന് തെളിവാണ്. അപ്പൊ പിന്നെയുള്ള മേക്കിങ്ങിലും അതിന്റെ സ്റ്റോറിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതിന് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ പിള്ളേർ തന്നെയാണ് ഫാർ ബെറ്റർ. അപ്പൊ അവർക്ക് അവസരം കൊടുക്കുക. ഇപ്പൊ ഇതിനെ കണ്ടില്ല, നമ്മളിപ്പോ ഒരു 10 പുതുമുഖങ്ങളാണ് മലയാള സിനിമയ്ക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതും ഇതിലെ നായികന്റെ പേര് ഞാൻ പറയുമ്പോൾ മേഘ, അവരിപ്പോ കല്യാണം കഴിച്ചിട്ട് ഖത്തറിലേക്ക് പോയത് കൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തത്. അവരും ഇവരുമാണ് 2 സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്തിരുന്നത്. രണ്ടും വളരെ ഫൈറ്റ് ഒക്കെ ചെയ്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള 2 ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾ അടുത്ത കാലത്തും സിനിമയിൽ തന്നെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ലേഡി ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർവെല്ലിന് ശേഷം മുഴുവൻ ഫൈറ്റാണ്, ലേഡി കഥാപാത്രങ്ങളുടെ ഫൈറ്റ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേക്കിംഗ് ഒന്നും നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഇവർക്കൊക്കെ ചാലഞ്ച് ആയിട്ടുള്ള റോളുകൾ തന്നെയാണ് ഞങ്ങൾ പുതുമുഖങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് ചെറുതല്ല. ഒരു സാധാരണ ഡയലോഗ് പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല. അതുപോലും ന്യൂ ഫേസസിനെ വെച്ച് ചെയ്യാൻ ആൾക്കാർ ഭയക്കുന്ന കാലത്താണ് ഞങ്ങൾ ന്യൂ ഫേസസിനെ വെച്ച് ആക്ഷൻ പടം ചെയ്തിരിക്കുന്നത്. ആ ആക്ഷൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഷോട്ടിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ഷോട്ടിൽ എടുക്കുമ്പോൾ അവർ അത്രത്തോളം പെർഫെക്റ്റ് ആയി മാത്രമേ അത്രത്തോളം ഷോട്ട് ടേക്ക് പോകുന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം മെനക്കെട്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ എടുത്തിരിക്കുന്നത്. സാർ ഇപ്പം സിനിമ തമിഴിലും തെലുങ്കിലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്, ഇത് സ്പോട്ടില് തമിഴും തെലുങ്കിലുമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടോ അതോ? സ്പോട്ടിലല്ല, അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡബ് ചെയ്താണ്. അല്ലാണ്ട് മാറ്റി അവിടെ മൊഴി മാറ്റിയാണ് മറ്റല്ല. പക്ഷെ അതെ അങ്ങനത്തെ അല്ല കേട്ടോ, എല്ലാത്തിനും നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ പാട്ടുകളൊക്കെ പുതുതായിട്ട് എഴുതിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ ആൾക്കാരെ കൊണ്ട് തന്നെയാണ് പാടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് പാടിയിട്ടുള്ളത്. സാറേ,
ഇവിടെ നിങ്ങൾ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റാന്ന് പറയായിരുന്നു. എന്തെങ്കിലും ഇദ്ദേഹം അസാധ്യ മിമിക്രി ആർട്ടിസ്റ്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ സിനിമ ആക്ടിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് കാലമായിട്ട് അങ്ങനെ അധികം ചെയ്യുന്നില്ല. ഇപ്പൊ കാരണം വെച്ചാൽ നാടകത്തിലായാലും സിനിമയിലൊക്കെ ആയാലും ഡയറക്ടർ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മിമിക്രി മാക്സിമം കുറച്ചുണ്ടായിരിക്കും. ഞാൻ ചെയ്ത ഒരു ഡയലോഗ് കോമഡി ഉത്സവത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ അക്ഷയ് കുമാറിന്റെ ഒരു സ്പോട്ട് ടൈപ്പ് ഞാൻ ചെയ്തിരുന്നു. അക്ഷയ് കുമാറിന്റെ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. हाय, दिस इज अक्षय कुमार बात कर रहा हूँ. नाम 72, जिला मलकानपुर, गाँव तासी. सर पे हाथ रखदा और हाथ में 786. थैंक यू. മലയാളത്തിലൊന്ന് പറയോ അക്ഷയ് കുമാർ? നിങ്ങളെല്ലാവരും ലീച്ച് കാണണം. ഞാനീ പറഞ്ഞ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റാർ ചെയ്തിരുന്നു. 50, 65, 70 സ്റ്റാർ ചെയ്തിരുന്നു കുറെ വർഷം. തള്ളൊന്നുമില്ല. ഇപ്പൊ ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ പ്രാക്ടീസ് ഒന്നും ഇപ്പൊ ഇല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ വന്നു. മഹേഷൻ നമ്മുടെ സുഹൃത്താണ്. എനിക്ക് സിനിമയോടാണ് താല്പര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നാദർഷിക്ക് എടുത്തോ, കോട്ടൻ നസീർക്ക് എടുത്തോ, പിന്നെ നവാസ്ക്ക് എടുത്തോ, ആർക്ക് വേണമെങ്കിൽ ചോദിച്ചാലും അവിടുത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ കൂടുതൽ സ്റ്റാർ ചെയ്യണ്ട, നിനക്ക് അഭിനയിക്കാനാണ് താല്പര്യം വെച്ചാൽ നിനക്ക് നിന്റേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാവാൻ അത് മാറ്റി വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെല്ലെ മാറി കുറച്ച് പാട്ടുകാരുടെ ശബ്ദത്തിലേക്ക് പോയത്. അത് തന്നെ 100 ആയിട്ടുണ്ട്. പിന്നെ മറ്റേത് 50 ആക്കാൻ എനിക്ക് പാടുണ്ടോ? ഇല്ല. അപ്പോ ഞാൻ കുറച്ച് പാട്ടുകാരുടെ വോയിസ് ഒരു 4 വരി ഒന്ന് പാടി നോക്കാം. വിദ്യാധര മാഷിന്റെ ഒരു 4 വരി പാടാം. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? അപ്പോ അറിയാലോ. പിന്നെ അത്യാവശ്യം സിംഗേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ജാനകിയമ്മയുടെ കുറെ പേര് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഭയങ്കര സംഭവമായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഞാനായിട്ട് കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് പിന്നീട് വൈറലായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാട്ട് പാടാം. ചിന്നത്തായവൾ തന്തരാൾ സാവി ഉള്ളിൽ തോന്റി ചിന്നരോ സാവി சொல்லவாரோ எந்தன் பந்தங்கள் நீயாரும் எந்தன் கண்ணில் அன்பன் നീരോ ചിന്നത്തായവൾ. കുറെ സിംഗേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന. ഇതിന് തമിഴില് നിസാമക്കിനെ കൊണ്ട് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇതില് കോറസ് പാട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാരും കൂടെ പാടിയിട്ടുണ്ട്. പാട്ടുണ്ട്, പക്ഷെ നിസാമക്കാണ് അതിന്റെ മെയിൻ ലീഡ് പാടിയേക്കണത്. അപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ചില്ലേ ഒരു ചോദ്യം, ഈ തന്തയില്ലാത്തൊരു കുട്ടി എന്ന് ചോദിച്ചില്ലേ? അല്ല അതിന്റെ ഉത്തരം കറക്റ്റ് പറഞ്ഞു. അതായത് ഞങ്ങള് ബുക്ക് ഓഫ് സിനിമ എന്നുള്ളൊരു നേരത്തെ പറഞ്ഞില്ലേ, താങ്കൾ തന്നെ ചോദിച്ചില്ലേ ബുക്ക് ഓഫ് സിനിമ എന്തൊരു നല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ രണ്ടുപേരും പ്രവാസികളാണ്. 10-20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് ജോലിയില്ല, ഫ്രീലാൻസ് ആണ്. ഇദ്ദേഹത്തിന് ഒരു കമ്പനിയൊക്കെ ഉണ്ട്. ഞങ്ങളെപ്പോഴും ഞാനും ഒരു 7-8 സിനിമ അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ വരവും പോക്കും സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയും റൂം എടുക്കുകയും ചെല്ലുമ്പോൾ ചിലപ്പോൾ പാസിംഗ് ഷോട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഡയലോഗ് ഉണ്ടാവില്ല. അങ്ങനൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. അതിലൊന്നും സങ്കടമില്ല, വിഷമമില്ല. കാരണം നമ്മുടെ ആഗ്രഹം സിനിമ ആയതുകൊണ്ടും അവിടുന്ന് കിട്ടിയ അവഗണനകളൊന്നും 3-ാമത്തെ എട്ടിൽ ചോദിച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൾഫിലുള്ളത്. അപ്പൊ അതൊന്നും നമുക്ക് സങ്കടമേ അല്ല. പക്ഷെ പൈസയൊക്കെ പോയിട്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും നമ്മൾ എത്തും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരാണ് ബുക്ക് ഓഫ് സിനിമ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ല കഥകളും നല്ല സിനിമയും ഉണ്ടാവാൻ നമ്മളെപ്പോഴും ബുക്ക് ഓഫ് സിനിമ പേജ് നമ്പർ 1, 2, 3 ആയിട്ട് പോകും എന്നതൊഴികെ ഞങ്ങൾക്ക് അഭിനയിക്കണമെന്നൊന്നുമില്ല. ആ കൂട്ടത്തിൽ അഭിനയിച്ചു പോകണം എന്നുള്ളതിൽ അവഗണനകളില്ലാതെ അഭിനയിച്ചു പോകണം. നല്ല നല്ല സിനിമകൾ ഉണ്ടാവാൻ അതിൻ്റെ ഒരു ഭാഗമാവണം.
എന്നതുപരി ഈ SM എന്ന് പറഞ്ഞ ആളെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല ബുക്ക് ഓഫ് സിനിമ ജനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതാണ്. കറക്റ്റ്. പിന്നെ ഞാൻ കോമഡി ഉത്സവത്തിൽ ചെയ്തപ്പോൾ കുറച്ചുകൂടെ വൈറലായിട്ടുള്ള ഒരു സാധനം, മമ്മൂക്കയുടെ ഒരു 14 സിനിമയുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വോയിസ് ചെയ്തിരുന്നു. എത്ര പേര് കണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ 1-2 സാധനം ഞാനൊന്ന് ചെയ്യാൻ നോക്കാം. ചോദിച്ചില്ല, പറയണം. അടുത്ത് ഇറങ്ങിയ അതിനുള്ള സമയം നോമ്പ് പിടിച്ചിട്ട് തുറന്നിട്ടില്ല മനുഷ്യൻ. അല്ല, അത് സ്പോട്ടബിൾ അല്ലേ നമ്മളെ സമയത്ത്. ഓ, അതെല്ലാം ചാനലുണ്ട്. ഇതൊന്നും ഞാൻ തള്ളിയതല്ല. നിങ്ങൾക്ക് യൂട്യൂബ് കയറി നിസാം കാലിക്കറ്റ് അടിച്ച ഇൻസ്റ്റഗ്രാം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 80-90 കേൾക്കാം. 1 by 1 ആയിട്ട് കേൾക്കാം. നമുക്ക് വേണം സെപ്പറേറ്റ് ചെയ്യാം. അതിപ്പോ ഞാൻ മാത്രം ഇരുന്ന് പെർഫോം ചെയ്യുന്ന മോശമല്ലേ. അപ്പോ വടക്കൻ വീരഗാഥ 2ാമത് ഇറങ്ങിയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ 4K മാറ്റം. അപ്പൊ അതിലെ ക്ലൈമാക്സ് പോർഷൻ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഇത്രേ ഉള്ളൂ. പറഞ്ഞോട്ടെ. തലവെട്ടിയെടുത്ത് അമ്മയുടെ കാലക്കഥ വെച്ച് മടങ്ങണം. നാടുവാടിയിൽ നിന്നും 10 മുളയും വാങ്ങണം. നിന്റെ പേരും പുകളും മാലോകർ വാഴ്ത്തിട്ട് എനിക്ക് പിറക്കഥ പോയ മക്കളാണോ നീ? മൈക്ക് അടിപൊളിയാവണമെങ്കിൽ അണ്ണാക്കിന്ന് വരണം. അപ്പോഴേ മൈക്ക് നന്നാവുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ മിമിക്രിയാർട്ടിസ്റ്റ് ഇല്ല ഭായി. നിങ്ങളെല്ലാരും പറഞ്ഞാലും നമുക്ക് അതിന് ഉത്തരണ്ട്. അതെ, മനസ്സിലായി. അല്ല, മൈക്ക് വേറെ കാര്യമുണ്ട് കേട്ടോ. മുപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്. സിസ്റ്റം, അതായത് നല്ല ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ മാമുക്കോ ആയി പോകും. ശരി ശരി ശരി. തീർച്ചയായിട്ടും. അത് കുഴപ്പമില്ല. നോമ്പൊക്കെ നമ്മൾ സാധാരണ കലാകാരന്മാരുടെ അടുത്ത് നമുക്ക് തിരിച്ചു തരാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കലയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അതൊരു നമ്മൾ തരാം. എന്താ 3ാമത്തോ മൃഗയിലെ ടോണ് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞേക്കാം. അച്ചോ ഒന്ന് കോൺഗ്രസ് അടിക്കണം. ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ചോ. നേരം മുടക്കാൻ കാത്ത ഞാൻ ചങ്ങ് പൊട്ടി ചത്തുവോ. പുള്ളി കിടന്നിട്ട് തിങ്ങ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പോവും. നോമ്പ് തുറന്നു ഓൾറെഡി. വെള്ളം കുടിച്ചല്ലോ മതി. താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളോട് സംസാരിച്ചിടത്തോളം നമ്മളെല്ലാവരും വളരെ അത്രമേൽ സിനിമയെ പാഷനായിട്ട് കാണുന്ന കുറെ പുതിയ ആൾക്കാരാണ്. ഒപ്പം പ്രൊഡക്ഷൻ സൈഡാണെങ്കിൽ പോലും പ്രൊഡ്യൂസിംഗ് സൈഡാണെങ്കിൽ പോലും. അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരുന്ന കൊടുത്താൽ ഞങ്ങൾക്ക് നല്ലത് വരട്ടെ. എല്ലാവരും ലീച്ച് എന്ന സിനിമ പേഴ്സണലി നിങ്ങളെല്ലാവരും നമ്മൾ ഇത്രയും സംസാരിച്ചതിന്റെ പേരിൽ പേഴ്സണലി നിങ്ങളെല്ലാവരും ലീച്ച് ഒന്ന് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരത്തെ തന്നെ പറഞ്ഞവരെ നിർത്തണോ അതോ തിരിച്ച് ദുബായിക്ക് പോണോ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാം. ഓക്കെ, താങ്ക് യു.